ബിസിനസ് രംഗത്ത് മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് നൽകിവരുന്ന കേരള വിഷൻ ന്യൂസ് ലീഡർഷിപ്പ് എക്സലൻസി അവാർഡുകളുടെ വിതരണം തലസ്ഥാനത്ത് നടന്നു. കൃഷിമന്ത്രി പി പ്രസാദ് ജേതാക്കൾക്ക് പുരസ്കാരം വിതരണം ചെയ്തു. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PSCB തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ബിസിനസ് രംഗത്തെ പ്രമുഖർക്ക് നൽകുന്ന കേരള വിഷൻ ന്യൂസ് ലീഡർഷിപ്പ് എക്സലൻസി അവാർഡുകളുടെ വിതരണം തലസ്ഥാനത്ത് നടന്നു. കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PSCB ചടങ്ങിൽ സ്വാഗതം അറിയിച്ചു. ഇന്ത്യൻ പാർലമെന്റിൽ തൊട്ടടുത്ത ദിവസം അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിനെ കുറിച്ചൊരു ചർച്ച ഇവിടെ നടക്കുകയാണ്. അതുകൂടാതെ കേരള വിഷൻ ന്യൂസ് ലീഡർഷിപ്പ് എക്സലന്റ് അവാർഡും ഇവിടെ നൽകപ്പെടുകയാണ്. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് സാർ, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള ആരാധ്യരായ വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് വേണ്ടി ഹൃദയം നിറഞ്ഞ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കൃഷിമന്ത്രി പി പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. മാധ്യമങ്ങൾക്ക് സമൂഹത്തിലുള്ള പ്രാധാന്യത്തെയും കേരള വിഷൻ ന്യൂസിനെ ആശംസിച്ചുകൊണ്ട് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അവാർഡിന് അർഹരായ മുഴുവൻ പേരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ. വാർത്തകൾ, വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ എന്നിവയ്ക്കെല്ലാം വലിയ പ്രാധാന്യം ഉണ്ട്. അവിടെയാണ് കേരള വിഷനും ഒരു പ്രാധാന്യമുള്ളത്. മുതൽ മുടക്കുന്നവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിലപാടുകൾ എടുക്കേണ്ടി വരുമ്പോൾ വാർത്തകളിലും വസ്തുതകളിലും എല്ലാം വെള്ളം ചേർക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. അവിടെയെല്ലാം വേറിട്ട ഒരു വാർത്താ മാധ്യമവുമായി ഉയർന്നു നിൽക്കാൻ കേരള വിഷന് കഴിയട്ടെ. കാരണം കേരള വിഷൻ, ഞാൻ പണ്ടും നിങ്ങളുടെ മീറ്റിങ്ങിൽ പറഞ്ഞു, ഒരാളല്ല, ഒരു കൂട്ടം, ഒരു നാടിൻ്റെ ആയിരക്കണക്കായ മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒന്നാണ്. പിന്നാലെ മന്ത്രി ജേതാക്കൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. SP മെഡിഫോർട്ട് ജോയിന്റ് ചെയർമാനും MDയുമായ ഡോക്ടർ SP സുബ്രഹ്മണ്യൻ പുരസ്കാര ജേതാക്കളെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. പങ്കജകസ്തൂരി സ്ഥാപകനും MDയുമായ പത്മശ്രീ ഡോക്ടർ J ഹരീന്ദ്രൻ നായർ, പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി CEOയും MDയുമായ ശൈലേഷ് C നായർ, യൂണിറ്റീസ് ചെയർമാൻ ഡോക്ടർ ഷഹീർ ഷാ എന്നിവർ എക്സലൻസി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഓൺലൈൻ സംരംഭമായ ഫ്രഷ് ടു ഹോം CEOയും സഹസ്ഥാപകനുമായ മാത്യു ജോസഫ് സ്വീകരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ എക്സലൻസി അവാർഡ് നിംസ് കന്യാകുമാരി വൈസ് ചാൻസലർ ഡോക്ടർ ടെസ്സി തോമസ് ഏറ്റുവാങ്ങി. അഫോർഡബിൾ ഹൌസിംഗ് മേഖലയിലെ അവാർഡ് ബെയ്റ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സ് MD ഫസലുർ റഹ്മാൻ കൈപ്പറ്റി. ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ ചന്ദ്രമോഹൻ, കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് ആച്ചാണ്ടി, കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ MS ബനേഷ്, COA അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.